ശ്രീ ടി പി രാമകൃഷ്ണൻ, അങ്ങേക്ക് 20 മിനിറ്റ് സംസാരിക്കാം. സർ, കേരളത്തിൻ്റെ വർത്തമാനകാല പ്രശ്നങ്ങളെ മറികടക്കുന്നതിനായി സർക്കാർ നടത്തിയ ഇടപെടലുകളുടെ നേർരേഖയാണ് പ്രസംഗം. അതോടൊപ്പം കേരളത്തിലെ വികസന മുന്നേറ്റത്തിൽ LDF സർക്കാർ വഹിക്കുന്ന പങ്കെന്തെന്നും പ്രസംഗം വ്യക്തമാക്കുന്നു. ആഗോളവൽക്കരണ നയങ്ങൾ നാടിൻ്റെ വികസനത്തിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധവും കേരളത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ഇത്തരം നിലപാടുകളുടെ ഭാഗമായി 1,63,000 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഈ പ്രതിസന്ധിക്കിടയിലും സംസ്ഥാനത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനെതിരായി ഉയർന്നുവരുന്ന ജനകീയ പ്രതിഷേധങ്ങളെ ദുർബലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ വർഗീയ ധ്രുവീകരണത്തിനുള്ള ഇടപെടലുകളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. ഏകീകൃതമായ കമ്പോളം എന്ന കാഴ്ചപ്പാടിന് തടസ്സമായി നിൽക്കുന്നുവെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കാഴ്ചപ്പാടും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത്തരം നയങ്ങൾക്കെതിരായി ജനകീയ താൽപ്പര്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ നയപ്രഖ്യാപനം രാജ്യത്തെമ്പാടുമുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുകയും കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ അവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ജനകീയ ബദൽ ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. സർക്കാരിൻ്റെ നയങ്ങളിൽ ഇത് പ്രകടമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഒരു വിഭാഗത്തിന് മാത്രം ലഭ്യമാക്കുന്ന സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായി ഡിജിറ്റൽ വേർതിരിവില്ലാത്ത സാമൂഹ്യ സൃഷ്ടി എന്ന കാഴ്ചപ്പാട് പുതിയ കാലത്ത് എല്ലാവർക്കും പിന്തുടരാൻ പറ്റുന്നതാണ്. ആഗോളവൽക്കരണ നയങ്ങൾ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കുന്നതാണ്. ആ കാലഘട്ടത്തിലാണ് 5,38,515 കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം നൽകുക എന്ന നയം ലൈഫ് മിഷനിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിദാരിദ്ര്യം പരിഹരിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കുന്നതിനുള്ള സർക്കാരിൻ്റെ നടപടി ലോകത്തിന് തന്നെ മാതൃകയുള്ളതാണ്. 64,006 കുടുംബങ്ങളെ ഇത്തരത്തിൽ മുന്നോട്ടു പോകാനുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് വെക്കുകയാണ്. 62 ലക്ഷം പേർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സാമൂഹ്യ പദ്ധതിയും കേരളത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തോടും വയോജനങ്ങളോടും കാണിക്കുന്ന കരുതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി നിലനിൽക്കുകയാണ്. കൃഷിഭൂമി കൃഷിക്കാരന് എത്തിക്കുന്നതിനും കുടികിടപ്പവകാശം ഉറപ്പുവരുത്തുന്നതിനും ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ തുടർച്ച തന്നെയാണ് ഭൂരഹിതരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ 1,80,887 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയ നടപടി. ക്ഷേമ പദ്ധതികളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് പശ്ചാത്തല സൗകര്യ വികസനം എന്നത് പ്രധാനമായി കണ്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തെ ഭാവിയിൽ സുശക്തമായ സമ്പദ്ഘടന സൃഷ്ടിക്കുന്നതിന് സഹായകരമായിരിക്കും. വിഴിഞ്ഞം പദ്ധതി മാത്രമല്ല, ഹൈവേകളുടെയും മറ്റും വികസനത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ പ്രധാനമാണ്. റോഡുകളുടെ വികസനവും ശ്രദ്ധേയമാണ്. നിക്ഷേപം നടത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നുവെന്നതാണ് കേരളത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ അക്കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞുവെന്നത് അഭിമാനകരമാണ്. അതാവട്ടെ പൊതുവിൽ നിലവിലുള്ള ആനുകൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നതും എടുത്തു പറയേണ്ടതാണ്. വിദ്യാഭ്യാസ യജ്ഞം അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യ വികസനം ഫലപ്രദമായി സർക്കാർ പൂർത്തിയാക്കി. അടുത്ത ഘട്ടമായി അതിൻ്റെ ഉള്ളടക്കം മെച്ചപ്പെടുത്തുകയെന്ന പ്രവർത്തനത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 1, 3, 5, 7, 9 ക്ലാസ്സുകളുടെ പാഠപുസ്തകങ്ങളുടെ നവീകരണവും അധ്യാപകരുടെ പുസ്തകവും രക്ഷാകർത്താക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമെല്ലാം കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളതാണ്. വൈജ്ഞാനിക സമൂഹ സൃഷ്ടി എന്ന കാഴ്ചപ്പാട് ഫലപ്രദമായി സർക്കാർ നടപ്പിലാക്കുകയാണ്. വൈജ്ഞാനിക മേഖലയെ ഉപയോഗപ്പെടുത്തി എല്ലാ മേഖലയിലെയും ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. അത്തരമൊരു സാഹചര്യം രൂപപ്പെടണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഇതിന് തെളിവാണ്. 2024
NIRF റാങ്കിങ്ങിൽ ആദ്യ 100-ൽ 4 പൊതു സർവകലാശാലകളും ആദ്യ 100-ൽ 16 കോളേജുകളും ആദ്യ 200-ൽ 42 കോളേജുകളും എത്തിയിരിക്കുകയാണ്. എല്ലാ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും NBA അക്രഡിറ്റേഷൻ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ജനങ്ങൾക്കാകമാനം എത്തിക്കുന്ന വിധം ഓൺലൈൻ സമ്പ്രദായങ്ങളിലേക്ക് സേവനങ്ങൾ മാറ്റുന്ന നടപടിയിലേക്കും കേരളം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി കേരളത്തിൻ്റെ 88% കുടുംബങ്ങളെയും അണിനിരത്താൻ കഴിഞ്ഞുവെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യുവാക്കൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആധുനിക കാലത്തെ തൊഴിൽ സാധ്യതകളെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ്. ടൂറിസം രംഗത്തും വലിയ പുരോഗതിയാണ് ഇക്കാലത്തുണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ പുതിയ ഈ വികസന സാധ്യതയെ വികസിപ്പിക്കാൻ കഴിയുന്നുവെന്നതും ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശോഭനമായ കാര്യമാണ്. സർ, ദേവസ്വം മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്തജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. ശബരിമല സന്ദർശനം പരാതികൾക്കിടയാകാത്ത നിലയിൽ കേരളത്തിൽ സംഘടിപ്പിക്കാനായത് ദേവസ്വം വകുപ്പിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഉന്നതമായ മാതൃകയാണ്. തമിഴ്നാട് ദേവസ്വം മന്ത്രി ബഹുമാനപ്പെട്ട ശേഖർ ബാബു 3 തവണ ശബരിമല സന്ദർശിക്കുകയും ശബരിമലയിലെ ഒരുക്കങ്ങളിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവനെ പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തത് കേരളത്തിനുള്ള അംഗീകാരമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തി കേരളത്തിൻ്റെ പുരോഗതിക്ക് സർക്കാർ പരിശ്രമിക്കുമ്പോൾ അതിനെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗപ്പെടുത്തി സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന പ്രവർത്തനം കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. കേരളത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ അതുണ്ടായിരുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ഗവർണർ നടത്തുന്ന നോമിനേഷനുകളിൽ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന നയമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. UDF നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദുരന്തകാലങ്ങളിൽ ജനതയെ ചേർത്ത് പിടിക്കുന്നതിൽ LDF സർക്കാർ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ്. ആ ശേഷി ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് വയനാട് ദുരന്തത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെന്നും കാണാം. ജനങ്ങളെയാകെ സഹകരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന സമീപനമാണ് ഉണ്ടായത്. പുതിയ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ മാതൃകാപരമായിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച തെറ്റായ സമീപനത്തിനെതിരെ പൊരുതുവാനും അർഹതപ്പെട്ട വിഭവങ്ങൾ നേടിയെടുക്കാനും കഴിഞ്ഞുവെന്നതും ഏറെ അഭിമാനകരമാണ്. സർ, കോൺഗ്രസിന്റെ ജീർണമുഖം വ്യക്തമാക്കുന്നതാണ് ഈയിടെ വയനാട്ടിലുണ്ടായ ദുരന്ത സംഭവം. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററും മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് നെറികെട്ട അഴിമതിയുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അഴിമതി നടത്തിയ നേതൃത്വത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് എല്ലാ വൃത്തികെട്ട രീതികളും സ്വീകരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാടാണ് UDFൻ്റെത്. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതോടെ UDF സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാൻ ആരുമായും കൂട്ടുചേരുകയെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യത്ത് മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുകയും കേരളത്തിൽ ഇടതുപക്ഷത്തിനെ മുഖ്യ ശത്രുവായി കാണുന്നതുമായ സമീപനമാണ് UDF പിന്തുടരുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മതനിരപേക്ഷതയുടെ വലിയ പാരമ്പര്യമാണ്. എന്നാൽ അവയെ തകർക്കുന്ന വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് മുന്നണിയെ സഹായിക്കുന്ന നിലയാണ് ജനസംഘം ആദ്യഘട്ടത്തിൽ ചെയ്തത്. 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMSനെതിരെ ജനസംഘത്തിന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസ് മുന്നണി മത്സരിച്ചത്. വിജയം EMSന് തന്നെയായിരുന്നു. 1991 രഥയാത്ര തടഞ്ഞതിന്റെ പേരിൽ VP സിംഗ് മന്ത്രിസഭയ്ക്കെതിരെ BJPയും കോൺഗ്രസും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ആ മന്ത്രിസഭയെ താഴെയിറക്കി. തുടർന്ന് അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിൽ വടകരയിലും ബേപ്പൂരിലും BJPയെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും അയക്കുന്നതിന് ഇവർ കോലീബി സഖ്യമുണ്ടാക്കി. നേമത്ത് BJPക്ക് ജയിക്കാൻ ഇടയാക്കിയതും UDFന്റെ വോട്ടുകളായിരുന്നു. സമാനമായ സ്ഥിതി തൃശ്ശൂരിലും ആവർത്തിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പാലക്കാട്ടും വടകരയും തൃശ്ശൂരും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നുവെന്നതാണ്. ഇത് നിഷേധിക്കാൻ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. RSS ശാഖയ്ക്ക് കാവൽ നിന്ന KPCC പ്രസിഡന്റാണ് കോൺഗ്രസിനുള്ളത്. അത് അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആളുമാണ് അദ്ദേഹം. രാജ്യത്തു നിന്ന് ന്യൂനപക്ഷങ്ങളും
കമ്മ്യൂണിസ്റ്റുകാരും രാജ്യം വിട്ടു പോകണമെന്ന് വിചാരധാരയിലൂടെ സിദ്ധാന്തം രചിച്ചയാളാണ് ഗോൾവാൾക്കർ. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിക്ക് പ്രതിപക്ഷ നേതാവും പോയി. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന BJPയുമായി കൂട്ടുചേർന്ന് ഇടതുപക്ഷത്തെ തകർക്കുക എന്നതാണ് നിങ്ങളുടെ നയം. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരെ നടത്തുന്ന ഉപരോധങ്ങൾക്കെതിരെ ശബ്ദമുയർത്താത്ത, പാർലമെന്റിൽ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി UDF എംപിമാർ ഒന്നും മിണ്ടാറില്ലെന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. നെഹ്റുവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന BJPയുടെ തോളിൽ നിന്നുകൊണ്ടാണ് LDFും BJPയും തമ്മിൽ അന്തർധാരയെന്ന് പ്രചരിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നയത്തിനെതിരെ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം രാജ്യവ്യാപകമായി നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ വേദിയിലെ പാർട്ടികൾ പോലും ഒന്നിച്ച് അണിനിരന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദിച്ചത് കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ ഘട്ടത്തിലാണ്. ആ ഇടതുപക്ഷത്തെ ദുർബലമാക്കി അധികാരം പിടിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുകയാണ് തങ്ങളുടെ അജണ്ടയെന്ന് RSSും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന LDFനെ താഴെ ഇറക്കുകയെന്ന തരംതാണ രാഷ്ട്രീയമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, കേരളത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും UDFൽ ഉറപ്പിച്ചു നിർത്തി ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശ്രമിച്ചു വരുന്നത്. ഈ നിലപാടിനെ കോൺഗ്രസ് ശക്തമായി പിന്താങ്ങുകയാണ്. ലോകം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ആഗോളവൽക്കരണ നയവും മതരാഷ്ട്രവാദവും മുന്നോട്ട് വെക്കുന്ന നയങ്ങളാണ് എല്ലാ വർഗീയ ശക്തികളും മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തി BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിൽ UDF ചെയ്യുന്നത്. നിരവധി പ്രക്ഷോഭങ്ങളിലൂടെയും ഇടപെടലിലൂടെയുമാണ് കേരളം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇത്തരം മുന്നേറ്റങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത സംഘപരിവാറുമായുമാണ് നിങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കണം. മഹാത്മാഗാന്ധിയുടെ രക്തം ശരീരത്തിലുള്ളവരുമായാണ് നിങ്ങളുടെ കൂട്ടുകെട്ടെന്ന് ഓർമ്മിക്കണം. അവർ ജനങ്ങൾക്ക് വിതയ്ക്കുന്നത് ദുരന്തങ്ങൾ മാത്രമാണ്. അവരെല്ലാം കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നവരാണ്. ഇതിന് ബദലായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇവയെ പിന്തുണച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് കേരളത്തിന്റെ വികസനത്തിന് താല്പര്യപ്പെടുന്ന ആരും ചെയ്യേണ്ടത്. സർ, ഇവിടെ കേരളത്തിൽ നിരവധി പ്രശ്നങ്ങളെ നാം നേരിടുന്നുണ്ട്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ, കർഷകരും കർഷക തൊഴിലാളികളും, ഇവിടെ ജോലി ചെയ്യുന്ന സ്കീം വർക്കേഴ്സ്, ഇവരെല്ലാം നിരവധി പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം അവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് കാരണമായി നിൽക്കുന്നത് കേന്ദ്ര നയമാണ്. കേന്ദ്ര മോട്ടോർ നയം മോട്ടോർ വ്യവസായത്തെയും തൊഴിലാളികളെയും വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രതികൂല സാഹചര്യത്തിലും KSRTC കൈവരിക്കുന്ന നേട്ടം തൊഴിലാളി പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഇവിടെ തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നത് കേരള ഗവൺമെന്റാണ്. കേന്ദ്രം തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു, തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ കരിനിയമങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാടെടുത്ത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അണിനിരക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രത്യേകത. ഇവിടെയാണ് ഇടതുപക്ഷ ബദലിന്റെ പ്രത്യേകത രാജ്യത്താകമാനം മാതൃകയാകുന്ന നിലയിൽ ഉയർന്നു നിൽക്കുന്നത്. തൊഴിലാളികൾക്ക് സംരക്ഷണ കവചം തീർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. വന്നു ചേരുന്ന ചില പ്രശ്നങ്ങൾ എല്ലാം മുൻഗണന നൽകി പരിഹരിക്കും എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രഖ്യാപനം ഈ നാടിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലയിൽ തന്നെയാണ്. ഗവർണർ മുന്നോട്ട് വെച്ച ഈ നയപ്രഖ്യാപനം കേരളം എത്തി നിൽക്കുന്ന ഇടത്തെയും രാജ്യത്താകമാനം മാതൃകയായി മാറുന്ന മോഡലുകളെയും അവതരിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഭാവി പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളും കേരളത്തിന്റെ ഭാവി ശോഭനമാകുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് ഈ പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നത്.